Hello and welcome back to another video on daily use sentences. ഈ സ്പോക്കൺ ഇംഗ്ലീഷ് സെന്റൻസസ് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നീ എന്നെ വിശ്വസിക്കുന്നില്ലേ? നീ എന്നെ വിശ്വസിക്കുന്നില്ലേ? അല്ലെങ്കിൽ നിനക്കെന്നെ വിശ്വാസമില്ലേ? നിനക്കെന്നെ വിശ്വാസമില്ലേ? ഡോണ്ട് യു ബിലീവ് മീ? ഡോണ്ട് യു ബിലീവ് മീ? ഇതൊരു ചോദ്യമായിട്ടാണ് നമ്മൾ പറയുന്നത്. ഡോണ്ട് യു ബിലീവ് മീ? നീ എന്നെ വിശ്വസിക്കുന്നില്ലേ? നിനക്കെന്നെ വിശ്വാസമില്ലേ? നീ എന്നെ വിശ്വസിക്കുന്നുണ്ടോ? നീ എന്നെ വിശ്വസിക്കുന്നുണ്ടോ? ഡു യു ബിലീവ് മീ? ഡു യു ബിലീവ് മീ? നിനക്കെന്നെ സംശയമുണ്ടോ? നിനക്കെന്നെ സംശയമുണ്ടോ? ഡു യു സസ്പെക്ട് മീ? സസ്പെക്ട് എന്ന് പറഞ്ഞാൽ സംശയം. ഡു യു സസ്പെക്ട് മീ? നിനക്കെന്നെ സംശയമുണ്ടോ? ഈ വാചകങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മീ, അതായത് എന്നെ എന്നതിന് പകരം നമുക്ക് അവനെ, ഹിം, അവളെ, ഹെർ, അവരെ, ദെം, ഈ മൂന്ന് വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, സോ ഡു യു ബിലീവ് മീ എന്നതിന് പകരം ഡു യു ബിലീവ് ഹിം? നീ അവനെ വിശ്വസിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഡു യു സസ്പെക്ട് മീ എന്നതിന് പകരം ഡു യു സസ്പെക്ട് ഹിം, അവനെ, അല്ലെങ്കിൽ ഡു യു സസ്പെക്ട് ഹെർ, അവളെ, ഡു യു സസ്പെക്ട് ദെം, അവരെ, അങ്ങനെയും ഉപയോഗിക്കാം. നീ എന്നെ സംശയിക്കുന്നുണ്ടോ? നീ എന്നെ സംശയിക്കുന്നുണ്ടോ? ആർ യു സസ്പെക്ടിങ് മീ? ആർ യു സസ്പെക്ടിങ് മീ? നേരത്തെ നമ്മൾ ഡു യു സസ്പെക്ട് മീ, നീ നിനക്കെന്നെ സംശയമുണ്ടോ എന്ന് ചോദിച്ചു. ഇവിടെ നീ എന്നെ സംശയിക്കുന്നുണ്ടോ? ആർ യു സസ്പെക്ടിങ് മീ? നിനക്ക് ആരെയാ സംശയം? നിനക്ക് ആരെയാണ് സംശയം? ഹൂ ഡു യു സസ്പെക്ട്? ഹൂ ഡു യു സസ്പെക്ട്? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഫോർമലായിട്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷ് പരീക്ഷകളിൽ മറ്റേ ഈ ഒരു സെന്റൻസ് എഴുതണമെങ്കിൽ ഹൂവിന് പകരം ഹൂം ആണ് അക്കോർഡിംഗ് ടു ഗ്രാമർ റൂൾസ് എഴുതേണ്ടത്. ഈ ഹൂം തമ്മിൽ ചെറിയ റൂൾസും നിയമങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്നത് കൊണ്ട് സ്പോക്കൺ ഇംഗ്ലീഷിൽ ഹൂ ഡു യു സസ്പെക്ട് എന്ന് പറയുന്നതിൽ യാതൊരു കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇവിടെ നിനക്ക് ആരെയാണ് സംശയം? ഹൂ ഡു യു സസ്പെക്ട്? നിന്റെ പുതിയ ജോലി എങ്ങനെയുണ്ട്? നിന്റെ പുതിയ ജോലി എങ്ങനെയുണ്ട്? ഹൗസ് യുവർ ന്യൂ ജോബ്? ഹൗസ് യുവർ ന്യൂ ജോബ്? നിന്റെ പുതിയ ബോസ് എങ്ങനെയുണ്ട്? നിന്റെ പുതിയ ബോസ് എങ്ങനെയുണ്ട്? ഹൗസ് യുവർ ന്യൂ ബോസ്? ഹൗ ഈസ് യുവർ ന്യൂ ബോസ്? ഇവിടെ നമ്മൾ പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കണം. ബോസ് അല്ല, ബോസ്, BOSS. ഹൗ ഈസ് യുവർ ന്യൂ ബോസ്? അയാൾ ചൂടനാണ്. അയാൾ ചൂടനാണ്, അതായത് പ്രകോപിയാണ് എന്ന്, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ്. അയാൾ ചൂടനാണ്. ഹി ഈസ് ഷോർട്ട് ടെമ്പേർഡ്. ഹി ഈസ് ഷോർട്ട് ടെമ്പേർഡ്, അല്ലെങ്കിൽ ഹി ഈസ് എ ഷോർട്ട് ടെമ്പേർഡ് പേഴ്സൺ. അപ്പോ ഷോർട്ട് ടെമ്പേർഡ് അല്ലെങ്കിൽ ഷോർട്ട് ടെമ്പർ ഉള്ള ആളാണ് എന്നതാണ് ചൂടൻ എന്നതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന വാക്ക്. ഹി ഈസ് ഷോർട്ട് ടെമ്പേർഡ്. ചൂടൻ എന്നുള്ളതിന് വേറൊരു വാക്കാണ് ഹോട്ട് ടെമ്പേർഡ്. ഹോട്ട് ടെമ്പേർഡ്, ഹോട്ട് എന്ന് പറഞ്ഞാൽ ചൂട്, ഹോട്ട് ടെമ്പേർഡ്. അപ്പോ ഷോർട്ട് ടെമ്പേർഡ് പേഴ്സൺ അല്ലെങ്കിൽ ഹോട്ട് ടെമ്പേർഡ് പേഴ്സൺ. അയാളെ അഭിമുഖീകരിക്കാൻ എനിക്ക് പേടിയാണ്. അയാളെ അഭിമുഖീകരിക്കാൻ എനിക്ക് പേടിയാണ്. ഐ എം സ്കേർഡ് ടു ഫേസ് ഹിം. ഐ എം സ്കേർഡ് ടു ഫേസ് ഹിം. സ്കേർഡ് എന്ന് പറഞ്ഞാൽ പേടി, നമുക്ക് പേടിയാണ്. ഐ എം സ്കേർഡ് പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. ടു ഫേസ് ഹിം. ഫേസ് ഹിം എന്ന് പറഞ്ഞാൽ അയാളെ അഭിമുഖീകരിക്കുക, അതായത് മുഖത്തോട് മുഖം ഫേസ് ചെയ്ത് സംസാരിക്കാൻ പേടിയാണ്. ഐ എം സ്കേർഡ് ടു ഫേസ് ഹിം. ഓക്കെ, അപ്പൊ എനിക്ക് അങ്ങോട്ട് പോകാൻ പേടിയാണ്. ഐ എം സ്കേർഡ് ടു ഗോ ദേർ. ഇവിടെ സ്കേർഡ് എന്ന വാക്കിന് പകരം എഫ്രെയ്ഡ് എന്ന വാക്ക് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഐ എം എഫ്രെയ്ഡ് ടു ഗോ ദേർ. എനിക്ക് അങ്ങോട്ട് പോകാൻ പേടിയാണ്. നീ പുതിയ മോൾ സന്ദർശിച്ചോ? അല്ലെങ്കിൽ നീ പുതിയ മോൾ സന്ദർശിച്ചിട്ടുണ്ടോ? ഹാവ് യു ബീൻ ടു ദ ന്യൂ മോൾ? ഹാവ് യു ബീൻ ടു ദ ന്യൂ മോൾ? ഇവിടെ നമ്മൾ ഹാവ് യു വിസിറ്റഡ് ദ ന്യൂ മോൾ അങ്ങനെയും ചോദിക്കാം. പക്ഷെ അതിന്റെ വേറൊരു വേർഷനാണ് ഹാവ് യു ബീൻ ടു ദ ന്യൂ മോൾ. അപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടോ എന്നതിനെ നമ്മൾ ബീൻ ടു എന്ന് പറയാം. അപ്പോൾ ഹാവ് യു ബീൻ ടു മുംബൈ? ഹാവ് യു ബീൻ ടു ബാംഗ്ലൂർ? അപ്പൊ ഇവിടെ ഹാവ് യു ബീൻ ടു ദ ന്യൂ മോൾ, ഇതിന്റെ അർത്ഥം പുതിയ മോള് വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ അവിടെ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. ഞാൻ അവിടെ 2 പ്രാവശ്യം പോയിട്ടുണ്ട്, അതായത് സന്ദർശിച്ചിട്ടുണ്ട്. ഐ ഹാവ് ബീൻ ദേർ ട്വൈസ്. ഐ ഹാവ് ബീൻ ദേർ ട്വൈസ്. അല്ലെങ്കിൽ
I have visited it twice. I have visited it twice. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു യൂസേജ് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് പ്രാവശ്യം എന്നതിനെ പൊതുവെ കേട്ടിട്ടുള്ളത് ടു ടൈംസ് എന്നാണ്. പക്ഷെ ടു ടൈംസിനെക്കാട്ടിയും ബെറ്റർ ഇംഗ്ലീഷ് ആണ് ട്വൈസ്. ഓക്കെ, ഐ ഹാവ് ബീൻ ദെയർ ട്വൈസ്. ഇപ്പോൾ ഒരൊറ്റ പ്രാവശ്യമാണ് എന്ന് പറയണമെങ്കിൽ വൺസ്. ഐ ഹാവ് ബീൻ ദെയർ വൺസ്. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഐ ഹാവ് ബീൻ ദെയർ വൺ ടൈം അങ്ങനെ പറയരുത്. ഐ ഹാവ് ബീൻ ദെയർ വൺസ്. അതേപോലെ ടു ടൈംസ് എന്ന് പറയരുത്. ഐ ഹാവ് ബീൻ ദെയർ ട്വൈസ്. 3 പ്രാവശ്യമാണെങ്കിൽ ത്രൈസ്. ഓക്കെ, 4 പ്രാവശ്യമാണെങ്കിൽ നമുക്ക് 4 ടൈംസ്. 3-ൽ കൂടുതൽ പ്രാവശ്യമാണെങ്കിൽ അതിന്റെ എണ്ണം വെച്ച് നമുക്ക് പറയാം. 4 ടൈംസ്, 5 ടൈംസ് എന്നിങ്ങനെ. ഓക്കെ, ഞാൻ ഇതുവരെ അവിടെ സന്ദർശിച്ചിട്ടില്ല അല്ലെങ്കിൽ പോയിട്ടില്ല. ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല. ഐ ഹാവൻറ്റ് ബീൻ ദെയർ യെറ്റ്. ഐ ഹാവൻറ്റ് അതായത് ഐ ഹാവ് നോട്ട് ബീൻ ദെയർ യെറ്റ്. അപ്പൊ യെറ്റ് പറഞ്ഞാൽ ഇതുവരെ ആയിട്ടും ഐ ഹാവൻറ്റ് ബീൻ ദെയർ, ഞാൻ അവിടെ പോയിട്ടില്ല. പുതിയ മോൾ സന്ദർശിക്കേണ്ടതാണ്. പുതിയ മോൾ സന്ദർശിക്കേണ്ടതാണ്, അതായത് സന്ദർശനം അർഹിക്കുന്നതാണ് എന്ന്. ഓക്കെ, ഇവിടെ നമ്മൾ വേറെ ഒരു പ്രൊനൗൺസിയേഷൻ കൂടെ ശ്രദ്ധിക്കണം. MALL പറഞ്ഞാൽ മോൾ, മാൾ എന്ന് പറയരുത്, മോൾ. ഓക്കെ, പുതിയ മോൾ സന്ദർശിക്കേണ്ടതാണ്. ദ ന്യൂ മോൾ ഈസ് വർത്ത് വിസിറ്റിംഗ്. ദ ന്യൂ മോൾ ഈസ് വർത്ത് വിസിറ്റിംഗ്. വർത്ത് എന്ന് പറഞ്ഞാൽ അതിനുള്ള അർഹതപ്പെട്ടതാണ്, സന്ദർശനം അർഹിക്കുന്നതാണ്. ഇവിടെ വർത്ത് എന്ന് പറയരുത്, വർത്ത്. ദ ന്യൂ മോൾ ഈസ് വർത്ത് വിസിറ്റിംഗ്. ഇനി ഈ മോള് സന്ദർശനം അർഹിക്കുന്നതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയേണ്ടത് വെച്ചാൽ ദ മോൾ ഈസ് നോട്ട് വർത്ത് വിസിറ്റിംഗ്. ദ മോൾ ഈസ് നോട്ട് വർത്ത് വിസിറ്റിംഗ്. നീ പറയുന്ന കാര്യം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. നീ പറയുന്ന കാര്യം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. What you're saying is difficult to believe. What you're saying, നീ പറയുന്നത് is difficult to believe. Believe പറഞ്ഞാൽ വിശ്വസിക്കുക. Difficult to believe, വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതിനെ തന്നെ നമുക്ക് it's difficult to believe what you're saying. It's difficult to believe what you're saying. അപ്പോൾ ആദ്യത്തെ സെന്റൻസിൽ what you're saying is difficult to believe എന്ന് പറഞ്ഞു. രണ്ടാമത്തേല് it is difficult to believe what you're saying. നീ പറയുന്നത് അവിശ്വസനീയമാണ്. നീ പറയുന്നത് അവിശ്വസനീയമാണ്. What you're saying is unbelievable. What you're saying is unbelievable. Unbelievable എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമാണ് എന്ന്. ഈ അൺബിലീവബിൾ എന്നതിന് പകരമായി നമുക്ക് വേറൊരു വാക്കും കൂടെ ഉപയോഗിക്കാം, ഇൻക്രെഡിബിൾ. What you're saying is incredible. What you're saying is unbelievable അല്ലെങ്കിൽ what you're saying is incredible. അപ്പോൾ thank you very much for watching. See you in the next video.